ആശ്രയിക്കുമ്പോൾ ലഭിക്കുന്ന ഏറ്റവും വലിയ സന്തോഷമാണ് കർത്താവ് ഒരുക്കി തരുന്ന ഇതുപോലുള്ള സുന്ദരമായ കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു നന്മ നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് നന്ദി പറയാനല്ലാതെ മറ്റൊന്നിനും ഇവിടെ അവകാശമൊന്നുമില്ല. ദൈവത്തിന് ഏറെ നന്ദി പറഞ്ഞുകൊണ്ട് ഇനി ഇവിടെ കർത്താവിനുള്ള സ്തുതികൾ നിരന്തരമായിട്ട് ഉയരട്ടെ എന്ന വലിയ പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മൾ ഈ തിരുകർമ്മത്തിലേക്ക് പങ്കുചേരുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു സന്തോഷം ചെക്കേത്ത് പിതാവിന് നമ്മോട് കൂടെ നമുക്ക് ലഭിച്ചു എന്നുള്ളതാണ്. ആദ്യത്തെ ഈ കമ്മീഷൻ എപ്പിസ്കോപ്പൽ കമ്മീഷന്റെ ചെയർമാൻ എന്ന രീതിയിൽ പിതാവിന്റെ സാന്നിധ്യം നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ പിതാവ് വന്നപ്പോൾ തന്നെ വളരെ സന്തോഷത്തോടുകൂടി തന്നെയാണ് ഇത് വിളിച്ചപ്പോൾ സന്തോഷത്തോടെ തന്നെ സ്വീകരിച്ചു. പിതാവ് തന്നെ ഇത് വെച്ചിരിക്കുന്നതിൽ നമുക്ക് ഏറെ അഭിമാനിക്കാം. കർത്താവ് എല്ലാം ഓരോ രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ക്രമീകരിക്കുന്ന വഴികൾ സുന്ദരമാണ്. കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളൊക്കെ ഇന്ന് വന്ന് പെട്ടത് അതും അതിൻ്റെതായ ഒരു സൗന്ദര്യം കർത്താവ് ഒരുക്കി തരുന്നൊരു സൗന്ദര്യമുണ്ട്. നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടും കൂടി കൃതജ്ഞതയോടും കൂടെ നമുക്ക് ഈ തിരുകർമ്മത്തിലേക്ക് പങ്കുചേരാം. ഏറെ സ്നേഹത്തോടു കൂടി പിതാവിനെ അതിനായി ക്ഷണിക്കുകയും ചെയ്യും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദൈവത്തിന് സ്തുതിയും ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങളുടെ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. രക്തം ബലിയായി കൊടുത്തു വാങ്ങിയ വിശുദ്ധ പള്ളിയിൽ അങ്ങനെ സിംഹാസനം സ്ഥാപിക്കണമേ. അങ്ങനെ തിരുശരീരവും രക്തവും സമൂഹിക്കാനുള്ള ബലിപീഠത്തെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും ഭക്തിയോടും ആദരവോടും കൂടെ ഇവിടെ അങ്ങേ ശുശ്രൂഷിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ആമേൻ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ഭവനം എത്ര മനോഹരമാകുന്നു. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ഭവനം എത്ര മനോഹരമാകുന്നു. എല്ലാം വിശദീകരിക്കുന്ന ദൈവമേ, അങ്ങയുടെ പരിശുദ്ധമായ ബലിപീഠം എത്ര മനോഹരമാകുന്നു. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ,
അങ്ങയുടെ ഭവനം എത്ര മനോഹരമാകുന്നു. കർത്താവിന്റെ അങ്കണം കാണുവാൻ എന്റെ ആത്മാവ് ആശിച്ച് കാത്തിരിക്കുന്നു. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ഭവനം എത്ര മനോഹരമാകുന്നു. എന്റെ ആത്മാവും ശരീരവും ജീവനുള്ള ദൈവത്തെ പുകഴ്ത്തുന്നു. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ഭവനം എത്ര മനോഹരമാകുന്നു. കുരുവിയും ചങ്ങാരിയും പാർക്കുവാൻ കൂട് കണ്ടെത്തി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ഭവനം എത്ര മനോഹരമാകുന്നു. പ്രതാപവാനായ കർത്താവേ, അങ്ങ് ബലിപീഠത്തിനരികിൽ അവർ കുഞ്ഞുങ്ങളെ വളർത്തുന്നു. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ഭവനം എത്ര മനോഹരമാകുന്നു. രാജാവായ ദൈവമേ, അങ്ങേ ഭവനത്തിൽ വസിക്കുന്നവർ എത്ര ഭാഗ്യവാന്മാരാകുന്നു. സൈന്യങ്ങളുടെ ദൈവമായ